ഒരു പണക്കാരന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് വിശന്ന് കരയുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്താൽ ഞാൻ നല്ലൊരു മനുഷ്യനാണോ അതോ ചീത്തയാണോ? ഒരു കുട്ടി കാറിന്റെ ബാക്ക് സീറ്റിൽ കിടന്ന് മരിക്കാൻ പോകുമ്പോൾ ഞാൻ റെഡ് ലൈറ്റ് വകവെക്കാതെ വണ്ടി ഓടിച്ചാൽ ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരാളെ പൂർണ്ണമായി തകർക്കുന്ന ഒന്നാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തൊരു വാക്ക് ലംഘിച്ചാൽ ഞാനൊരു മോശം മനുഷ്യനാണോ? ശരിക്കുമുള്ള ജീവിതം മുന്നിൽ വന്ന് നിൽക്കുന്നതുവരെ പലരും വിചാരിക്കുന്നത് ശരിയും തെറ്റുമൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണെന്നാണ്. മാറി നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ ക്ലിയറാണ്. മോഷ്ടിക്കരുത്, നുണ പറയരുത്, ചതിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്. ശരിയും തെറ്റും കൃത്യമായി കാണിച്ചു തരുന്ന ഒരു കോമ്പസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്നാണ് നമ്മൾ കരുതുക. പക്ഷേ ജീവിതം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഒരു ഉറപ്പ് പതുക്കെ മാറാൻ തുടങ്ങും. തൊട്ടു മുൻപ് വരെ വളരെ സിമ്പിളായി തോന്നിയ ഉത്തരങ്ങൾ ഒന്നും പിന്നീട് അത്ര സിമ്പിളായി തോന്നില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ആളുകൾ ഈ അഭിനയിക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് അല്ല നമ്മളുടെ ഈ ശരിയും തെറ്റുമൊക്കെ. നമ്മൾ ധാർമ്മികത എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥ സത്യങ്ങളല്ല. അത് വെറും പാരമ്പര്യമായി കിട്ടിയ കാര്യങ്ങളാണ്. പാരമ്പര്യമായി കിട്ടിയ ചില അനുവാദങ്ങൾ, വെറുപ്പ്, കുറ്റബോധങ്ങൾ, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ. നമ്മൾ ജനിച്ചു വളർന്ന ഒരു ചുറ്റുപാട് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും അത് നമ്മളുടെ സ്വന്തം ശബ്ദമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്താണ് ശരിയെന്നതിനേക്കാൾ വലിയൊരു ചോദ്യമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് സ്വന്തമായ ചില മൂല്യങ്ങളുണ്ടോ? അതോ നിങ്ങളുടെ കുടുംബവും മതവും സംസ്കാരവും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്ന ചില ശീലങ്ങളെ മാത്രമാണോ നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ എന്ന് വിളിക്കുന്നത്? നിയമവും ധാർമ്മികതയും തമ്മിൽ ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം രണ്ടും പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തന്നെയാണ്. പക്ഷെ രണ്ടും ഒന്നല്ല. നിയമത്തിന് കൃത്യമായ വരകൾ വേണം. എന്നാൽ ധാർമ്മികതയ്ക്ക് ശരിക്കുമുള്ള ജീവിതത്തെ നേരിടേണ്ടതുണ്ട്. മോഷണം എന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചാൽ ഭൂരിഭാഗം ആളുകളും അതിനെ ഒരു തിന്മയായി കാണില്ല. അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സ്പീഡ് ലിമിറ്റ് വകവെക്കാതെ പോയാൽ ആരും അതിനെ തെറ്റാണെന്ന് പറയില്ല. ഇനി ഇതിന്റെ നേരെ വിപരീതമായ മറ്റൊരു വശമുണ്ട്. നിയമപരമായി അതൊരു കുറ്റമല്ലായിരിക്കും. പക്ഷേ ഉള്ളിൽ നമുക്കത് വലിയൊരു തെറ്റായി തോന്നും. നമ്മൾ കൊടുത്തൊരു വാക്ക് തെറ്റിക്കുന്നത്, കൂടെയുള്ളയാളെ ചതിക്കുന്നത്, അല്ലെങ്കിൽ നിയമത്തിന് ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാളെ പരസ്യമായി അപമാനിക്കുന്നത്. ഇവിടെയാണ് നിയമപുസ്തകത്തെക്കാൾ കടുപ്പമാണ് ധാർമ്മികത എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നിയമം ചോദിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ്. എന്നാൽ ധാർമ്മികത ചോദിക്കുന്നത് ഇവിടെ ശരിക്കും വിലപ്പെട്ടത് എന്തായിരുന്നു എന്നാണ്. ചില ജീവിത സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ധാർമ്മികത എന്നത് വെറും ഒരു നിയമ പുസ്തകമല്ലാതായി മാറും. പകരം അതൊരു വിവേകപൂർവമായ തീരുമാനമായി മാറും. ഇതിലെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മാറാത്ത ഒന്നാണെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു തലമുറ വലിയ തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത തലമുറ വളരെ നോർമലായിട്ടാണ് കാണുന്നത്. പ്രീ മാരിറ്റൽ സെക്സ്, സെയിം സെക്സ് റിലേഷൻഷിപ്സ്, അബോർഷൻ, വസ്ത്രധാരണം, നമ്മളുടെ ജീവിത രീതികൾ, അങ്ങനെ പലത്. ഒരു കാലത്ത് ആളുകൾ ഫുൾ കോൺഫിഡൻസിൽ തെറ്റാണെന്ന് വിധിച്ച പല കാര്യങ്ങളെ ഇന്ന് മറ്റൊരു തലമുറ അതേ കോൺഫിഡൻസിൽ തന്നെയാണ് ന്യായീകരിക്കുന്നത്. ഇത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ധാർമ്മികത എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിൽ ഒരു കാലഘട്ടത്തിന്റെ സോഷ്യൽ മൂഡ് മാത്രമായിരുന്നു. അതിനെ കുറച്ച് പവിത്രമായ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ചരിത്രം നോക്കിയാൽ പണ്ട് ധാർമ്മികത എപ്പോഴും മതവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ
അത് നമ്മളുടെ സൊസൈറ്റിയുടെ നിയമങ്ങളുമായിട്ടാണ് ഒട്ടി നിൽക്കുന്നത്. ദൈവം എന്ത് പറയുന്നു എന്നല്ല ഇപ്പോഴത്തെ ചോദ്യം. പകരം ഈ സൊസൈറ്റിക്ക് എങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം, ഞാൻ എങ്ങനെ പ്രതികരിച്ചാലാണ് എന്നെ ഒരു മാന്യനും ദയയുള്ളവനുമായി അവർ കാണുക. ഇതാണ് ചിന്ത. പലരും ഇവിടെ വാദിക്കുന്നത് ഒരിക്കലും മാറാത്ത ഏതെങ്കിലും വലിയ സത്യങ്ങൾക്ക് വേണ്ടിയല്ല, പകരം ഒരു കാലഘട്ടത്തിന്റെ ധാർമ്മിക ഫാഷന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ അമിതമായ ഉറപ്പ് കാണിക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആഴത്തിൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ മനുഷ്യർക്ക് ഭയങ്കര എളുപ്പമാണ്. അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ചില ഉറപ്പുകളെ അവർ വിവേകമെന്ന് വിളിക്കും, ചില അംഗീകാരങ്ങളെ ബുദ്ധി എന്ന് വിളിക്കും, ആരോ എഴുതി വെച്ച ചില നിയമങ്ങളെ നന്മയെന്നും വിളിക്കും. ഇവിടെയാണ് ആളുകൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ പറ്റി സംസാരിക്കുന്നു. അതായത് എല്ലാവർക്കും ബാധകമായ, ഒരിക്കലും മാറാത്ത ശരിയും തെറ്റും. ശരിയും തെറ്റും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ മാറ്റാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും എന്തും ചെയ്യാമല്ലോ എന്ന പേടിയാണ് അതിനു പിന്നിൽ. ആ പേടി സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ശരികളുണ്ടെന്ന് പറയുന്നതിലും ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു പൊതുവായ ശരി ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അതിലൊരേ അഭിപ്രായമായിരിക്കേണ്ടേ. പക്ഷേ മനുഷ്യർക്കിടയിൽ ഒരു കാര്യത്തിനും യോജിപ്പില്ല. ശിക്ഷകളുടെ കാര്യത്തിലോ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലോ, എന്തിനേറെ കൊലപാതകത്തിന്റെ കാര്യത്തിൽ പോലും ആളുകൾക്ക് ഒരേ അഭിപ്രായമല്ല. ചരിത്രം നോക്കിയാൽ കൊലപാതകം ഒരു വീരകൃത്യമായി കണ്ട സംസ്കാരങ്ങളുണ്ട്. ക്രൂരതകളെ ന്യായീകരിച്ച മനുഷ്യരുണ്ട്. അതുകൊണ്ട് ശരിയും തെറ്റും എന്ന് പറയുന്നത് പണ്ടാരോ എഴുതി വെച്ച ഒരു നിയമപുസ്തകമല്ല. പകരം മനുഷ്യർ അവരുടെ സങ്കടങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കാലത്തിനനുസരിച്ച് മാറ്റിയും തിരുത്തിയും ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് വരുന്ന ഏറ്റവും പുതിയൊരു ട്വിസ്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ശരിയും തെറ്റും എന്താണെന്ന കാര്യത്തിൽ മനുഷ്യർക്ക് പോലും ഇവിടെ ഒരു യോജിപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മെഷീനുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ ധാർമ്മികതയാണ്? ഏത് എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ഏത് റിസർച്ചറുടെ മൂല്യങ്ങളാണ് അതിലേക്ക് കോഡ് ചെയ്തു വെക്കുന്നത്? ശരിയും തെറ്റുമെന്നത് വെറും ലോജിക് മാത്രമല്ല. അതിൽ വികാരങ്ങളുണ്ട്, ദയയുണ്ട്, സ്നേഹമുണ്ട്, കുറ്റബോധമുണ്ട്. മറ്റൊരു മനുഷ്യജീവൻ വെറുമൊരു വസ്തുവല്ല, അതിന് വലിയൊരു വിലയുണ്ടെന്ന് തിരിച്ചറിവുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ അതിന് നല്ല ബുദ്ധി ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനൊരിക്കലും ഒരു മനസാക്ഷി ഉണ്ടാകില്ല. ഇത് നമ്മളെക്കുറിച്ച് തന്നെ വലിയൊരു കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. ധാർമ്മികത എന്നത് വെറും ഒരു സംസ്കാരം മാത്രമല്ല, അതൊരു ബയോളജി കൂടിയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ശേഷി മനുഷ്യനായി ജനിച്ച എല്ലാവർക്കുമുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന രീതി, നമുക്ക് എന്തിനോടാണ് ദയ തോന്നേണ്ടത്, നമ്മൾ എന്തിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെ വളർത്തിയ സാഹചര്യങ്ങളാണ്. നമ്മളുടെ മാതാപിതാക്കൾ, മതം, സൊസൈറ്റി, നമ്മൾ ജനിച്ച കാലഘട്ടം, അങ്ങനെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സങ്കടങ്ങളും കഥകളും ഒക്കെയാണ് നമ്മൾ സത്യമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ ഇവിടെ വാദിക്കുന്നത് വെറും ശരികൾക്ക് വേണ്ടിയല്ല, ആ ശരികളെ നെഞ്ചേറ്റാൻ അവരെ പഠിപ്പിച്ച ആ ഒരു ചുറ്റുപാടിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചിന്തകളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മളെല്ലാവരും ഒടുവിൽ ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേരുമെന്നതുകൊണ്ടല്ല, പകരം മറ്റൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത് എന്ന് തിരിച്ചറിയാൻ അത് നമ്മളെ സഹായിക്കും.